ഡോക്ടർ അജിത് ഭാസ്കർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ഡോക്ടർ അജിത് ഭാസ്കർ, ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഒരുപക്ഷെ HIV എന്ന വാക്ക് വീണ്ടും ചർച്ചകളിലേക്ക് വരുന്നത്. കാരണം നമുക്കറിയാം, മലപ്പുറത്ത് ഇപ്പോൾ 10 പേരിൽ HIV അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഈ ലഹരി ഉപയോഗത്തിൽ തുടർച്ചയായി ഒരേ സിറിഞ്ച് തന്നെ, ഒരേ സൂചി തന്നെ ഉപയോഗിച്ചതിലൂടെ സംഭവിച്ചതാണ് എന്ന്. പക്ഷേ അതിലൊരാളെ പരിശോധിച്ചപ്പോൾ കണ്ടെത്തി അത് ജയിലിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയത്ത് തുടർന്ന് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരെ പരിശോധിച്ചപ്പോൾ മാത്രമാണ് വ്യക്തമായത്. എത്ര പേരിലേക്ക് ഈ രോഗം ഇങ്ങനെ പടർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അത് കണ്ടെത്താൻ നിലവിൽ എന്ത് മാർഗം, പ്രാരംഭമായി എന്ത് മാർഗം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ഡോക്ടർ, ആയിരുന്നു ഈ HIV അല്ലെങ്കിൽ എയ്ഡ്സ് അണുരോഗബാധ എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് ഇടയ്ക്ക് വല്ലപ്പോഴും കിട്ടാറുണ്ട്. പക്ഷേ ലോകമെമ്പാടും എയ്ഡ്സിനെ കുറിച്ചുള്ള ബോധവൽക്കരണം ഉണ്ടായിട്ടുള്ളത് കൊണ്ടായിരിക്കണം കുറച്ച് കേസുകൾ റിപ്പോർട്ടിംഗ് കുറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഏകദേശം 2-3-4 മാസങ്ങളായിട്ട് ഈ മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം കൂടിയതിനോടനുബന്ധിച്ചിട്ട് ഈ സിറിഞ്ചസ്, അതായത് ലഹരിക്ക് ഉപയോഗിക്കുന്ന സിറിഞ്ചസ് വളരെ പ്രാകൃതമായിട്ടുള്ള രീതിയിലായിരിക്കും, വൃത്തിയാക്കാതെയും ഒക്കെ ആയിരിക്കും ഒരാൾ ഉപയോഗിച്ചിട്ട് സിറിഞ്ച് അതേ നീഡിൽ തന്നെ ആയിരിക്കും മറ്റൊരു വ്യക്തിയും ലഹരിക്കുമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ബ്ലഡ് ടു ബ്ലഡ് ട്രാൻസ്മിഷനാണ്. അതായത് രക്തദാനത്തിലൂടെ നടക്കുന്ന ട്രാൻസ്മിഷൻ പോലെ അതേ രീതിയിൽ തന്നെയാണ് ഈ HIV അണുബാധ മറ്റൊരു രോഗിയിലേക്ക് പടരുന്നത്. അപ്പൊ ഇത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നാണ് ഞാൻ പറയുക. അതായത് ഇപ്പോൾ ഒരു കേസ് കണ്ടുപിടിച്ചു, പിന്നെ ബാക്കി കുറച്ചുപേരെ കോൺടാക്ട് ചെയ്തവരുടെ 10 പേരെയും കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തി വളരെ വളരെ വലുതാണ്. ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതും വളരെ ശ്രദ്ധയോടുകൂടിയും കരുതലോടുകൂടിയും വളരെ ഗൗരവത്തോടുകൂടിയും ഗവൺമെന്റ് കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. കാരണം ഇതിപ്പോ മലപ്പുറത്തുനിന്ന് ഒരു പോക്കറ്റിൽ നിന്ന് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ലഹരി വസ്തു ഉപയോഗം മലപ്പുറത്ത് മാത്രമല്ല, കോഴിക്കോട്, താമരശ്ശേരി, ഇങ്ങനെ പല തിരുവനന്തപുരം, എറണാകുളം, എല്ലാ സ്ഥലങ്ങളിലും യുവതലമുറ ലഹരിയുടെ അടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ട് ഒരു സ്ക്രീനിങ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് ഒരു ബോധവൽക്കരണ ക്ലാസുകളും അറേഞ്ച് ചെയ്ത് ഇതൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഈ എയ്ഡ്സ് കൂടുതലായിട്ട് പടർന്നു പിടിച്ചിട്ടുണ്ടോ? കാരണം ഇപ്പോൾ നമ്മളൊരു പാശ്ചാത്യ സംസ്കാര രീതിയിലൂടെയാണ് ഇപ്പോൾ യുവതലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ലഹരി ഉപയോഗിക്കുന്നതിലും മദ്യം ഉപയോഗിക്കുന്നതിലും പ്രീ മാരിറ്റൽ സെക്സും ഒക്കെ വളരെ വളരെ കോമൺ ആയി വരുന്ന ഒരു സമയത്ത് ഈ സിറിഞ്ചിലൂടെ മാത്രമല്ല, പ്രീ മാരിറ്റൽ സെക്സ്, അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ എയ്ഡ്സ് ഈ യുവതലമുറയുടെ ഇടയിൽ ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാകാം. അതുകൊണ്ട് ഗവൺമെന്റ് നിർബന്ധമായിട്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു HIV കുറിച്ചിട്ടുള്ള ബോധവൽക്കരണവും സ്ക്രീനിങ്ങും എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് അഭിപ്രായം. ഡോക്ടർ, ഈ ചതിയിൽ വഞ്ചന എന്നൊക്കെ പറയാറില്ലേ? ഞാനത് തമാശയായി പറയുന്നതല്ല, വളരെ ഗൗരവത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു വിഷയം വന്നപ്പോൾ, അതായത് നമുക്കറിയാം, ഒന്നുകിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഈ ലഹരി ഉപയോഗം വലിയ തോതിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ HIV പടരുന്ന കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ സംസ്ഥാനത്ത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്തൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടി അവരുടെ സൈറ്റിലൊന്ന് കയറി നോക്കി. അതിൽ അണുബാധ ഒഴിവാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോൾ വായിക്കാം. ഡോക്ടർ, നിങ്ങൾ മയക്കുമരുന്ന് കുത്തിവയ്പ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എല്ലായ്പ്പോഴും പുതിയതും ഉപയോഗശൂന്യവുമായ സൂചികളും സിറിഞ്ചുകളും ഉപയോഗിക്കുക. അല്ലെങ്കിൽ പുനരുപയോഗത്തിന് മുൻപ് ശരിയായി അണുവിമുക്തമാക്കിയ സൂചികളും സിറിഞ്ചുകളും ഉപയോഗിക്കുക. അതായത് മയക്കുമരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നൊരു സന്ദേശം കൂടിയാണ് സത്യത്തിൽ ഇത് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയ്ക്ക് ഈ രണ്ട് വിഷയവും അതിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ വാചകം എടുത്തു മാറ്റേണ്ടതാണ്. അത് എഴുതി ഉണ്ടാക്കിയപ്പോൾ വന്നിട്ട് ഒരു പിശകാകാനാണ് ചാൻസ് എന്നാണ്. കാരണം അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മൾ മരുന്നുകൾ, അതായത് ഇഞ്ചക്ഷൻസ്, എന്തെങ്കിലും ആന്റിബയോട്ടിക്സ്, അത് ഉപയോഗിക്കുമ്പോൾ നഴ്സുമാർക്ക് കൊടുക്കുന്ന അഡ്വൈസ് ആണ് ഉപയോഗിച്ചിട്ടുള്ള സിറിഞ്ചുകൾ ഉപയോഗിക്കരുത്. ഇപ്പൊ ആരും കഴിയ സിറിഞ്ചുകളൊന്നും ഉപയോഗിക്കാറില്ല. കാരണം എല്ലാം ഡിസ്പോസിബിൾ ആണ്. സിംഗിൾ യൂസ് സിറിഞ്ചസ് ആണ് എല്ലാ ആശുപത്രികളിലും എല്ലാ സ്ഥലങ്ങളും ഉപയോഗിക്കുന്നത്. അത് IMD ഇമേജ് തന്നെയാണ് ഈ നീഡിൽസും സിറിഞ്ചസും ഒക്കെ കേരളം മുഴുവൻ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതോ കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വാചകമായിരിക്കണം. അത് നിർബന്ധമായും അത് നീക്കം ചെയ്യണം. കാരണം അതിന്റെ അർത്ഥം മയക്കുമരുന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു വാചകം കൂടി വരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ, ഞാനത് വായിച്ചിട്ടില്ല, മാഡം പറഞ്ഞനുസരിച്ച് ഞാൻ പറയാം. അങ്ങനെ തീർച്ചയായിട്ടും അതൊരു തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ്. അത് നിർബന്ധമായും അത് നീക്കം ചെയ്യപ്പെടേണ്ടതാണ്.
അത് മാത്രമല്ല ശരി. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ അരുൺ ഭാസ്കർ സംസാരിച്ചതിന്, അജിത് ഭാസ്കർ സംസാരിച്ചതിന്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് എങ്ങനെ, എവിടെയൊക്കെ, ഏതൊക്കെ തലത്തിൽ പരിശോധനകൾ കർശനമായി നടക്കണം, ആ കർശനമായി നടക്കേണ്ട സാഹചര്യങ്ങൾ എപ്പോഴെങ്കിലും അത് അലംഭാവം ഉണ്ടാകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ HIV തോത് ഉയരുകയാണോ എന്ന് സംശയമുണ്ടാക്കുന്ന വാർത്തകളാണ് മലപ്പുറത്തു നിന്നും വരുന്നത്.